ഹാഷിം അഹമ്മദ് ബദർ അൽ മദനി അവര് വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരാരാണെന്നും മറ്റുമൊക്കെ ഇവിടെ പരിചയപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മദീന ഷരീഫിലെ നാം എങ്ങോട്ടാണ് ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്? നമ്മുടെ മനസ്സുകൊണ്ട് ഹുബ്ബുർ റസൂലിന്റെ വേദിയിൽ, ഹുബ്ബുർ റസൂലിന്റെ മജ്ലിസിൽ നാം തിരിഞ്ഞു നിൽക്കുന്നത് മദീന മുനവ്വറയിലേക്കാണ്. ആ മദീന മുനവ്വറയിലെ വലിയ സ്ഥാനത്തിരിക്കുന്ന മഹാന്മാർ അൽഹംദുലില്ലാഹ്, ഖുൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ വേദികളിൽ എത്തിച്ചേർന്നു. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പറഞ്ഞു വന്നിരുന്നത് ഇസ്ലാം നൽകിയിട്ടുള്ള സുരക്ഷിതത്വ ബോധം ജനിക്കുന്ന കുഞ്ഞു മുതൽ അവർക്ക് അവകാശങ്ങൾ കൊടുത്തു. മുലപ്പാല് കുടിക്കാനുള്ള അവകാശം കൊടുത്തു, അതിനുശേഷം വളരാനുള്ള അവകാശങ്ങൾ കൊടുത്തു. രക്ഷിതാക്കളുടെ മേൽ നിർബന്ധമായി അവർക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. വസ്ത്രം നൽകാൻ വേണ്ടി പഠിപ്പിച്ചു, രക്ഷിതാവിന്റെ മേൽ തന്നെ. എന്നാൽ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെ വളരെയേറെ ദുഃഖിപ്പിക്കുന്നതും ലോകത്ത് മനുഷ്യത്വ ബോധമുള്ള ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തതുമായ സംഭവങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും നാം തയ്യാറാവുക. അതുമാത്രമാണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് പെടുത്താനുള്ളത്. ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നു. ഹബീബിന്റെ ചാരത്ത് എന്ന് പറഞ്ഞൊരു പ്രഭാഷണം, വന്ദിരായ ഉസ്താദ് അവരുടെ പ്രഭാഷണം തന്നെ ഈ റബീഉൽ അവ്വലിന് തന്നെ നടത്തിയത് ഈ സദസ്സിൽ CD വിതരണം ചെയ്യുന്നുണ്ട്. സൗകര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. എല്ലാവരും അത് വാങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് സീറയുടെ കിതാബ് എഴുതുന്ന ആളുകൾ അവർ പറയുന്നത്, അവർ അറിയിക്കുന്നത്, അവർ ഓർമ്മപ്പെടുത്തുന്നത്, മറ്റാരുടെയും ബയോഗ്രഫി എഴുതിയാൽ, ഗാന്ധിജിയുടെ ബയോഗ്രഫി ഇവിടെയുണ്ട്, മാർക്സിന്റെയും എംഗൽസിന്റെയും, അതുപോലെ തന്നെ ലോകത്ത് ശാസ്ത്രജ്ഞന്മാരുടെയും ചരിത്രകാരന്മാരുടെയും മഹാപുരുഷന്മാരുടെയും പലരുടെയും ചരിത്രങ്ങൾ എഴുതുമ്പോ അതൊരിക്കൽ എഴുതിയ ചരിത്രം വീണ്ടും ഒരാൾ എഴുതാൻ വിചാരിച്ചാൽ പുതുതായി അതിലൊന്നും ചേർക്കാനില്ല. ഇവിടെ എല്ലാ വർഷവും ഹുബ്ബുർ റസൂൽ കോൺഫറൻസ്, 10,000 പങ്കെടുക്കുന്ന മജ്ലിസ്, ശറഫുൽ അനാം മൗലിദ് പൂർണ്ണമായും ഓതി തീർക്കുന്ന ഒരു മജ്ലിസ്. അൽഹംദുലില്ലാഹ്, മദീനയിലെയും മക്കയിലെയും അറബ് രാജ്യങ്ങളിലെയും നിരവധി മഹാന്മാർ മൗലിദ് ഓതാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വലിയൊരു മജ്ലിസ് ഇവിടെ നടക്കുന്നു. കോഴിക്കോട്ട് എല്ലാ വർഷവും വലിയ മീലാദ് കോൺഫറൻസിൽ ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന പരിപാടി അടുത്ത 19-ാം തീയതി കേരള സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിനു കീഴിൽ കോഴിക്കോട്ട് കടപ്പുറത്ത് നടക്കാൻ പോവുകയാണ്. എല്ലാ വേദികളിലും ഉസ്താദ് നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും ഇതുപോലെ 10,000 ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന മജ്ലിസുകൾ നടക്കുന്നു. ഓരോ വർഷവും പുതിയ പുതിയ പ്രഭാഷണങ്ങൾ നടക്കുന്നു. ഓരോ വർഷവും പുതിയ ഗ്രന്ഥങ്ങൾ പുറത്തു വരുന്നു. ഓരോ ഗ്രന്ഥങ്ങൾ പുറത്തു വരുമ്പോഴും ഇന്നലെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അവിടുത്തെ മദ്ഹുകൾ പറയുകയും പാടുകയും പഠിക്കുകയും ചെയ്യുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹബ്ബത്ത് അൽ മർഉ ലാ യുഹിബ്ബു മൻ ലാ യഅരിഫ്. അറിയാത്ത ഒരാളെ സ്നേഹിക്കാൻ മനുഷ്യന് സാധിക്കില്ല. അതുകൊണ്ട് അറിയണം, അറിയാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് അറിയാൻ കൂടുതലായി ശ്രമിക്കുകയും ഓരോ ദിവസവും മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗങ്ങളും നമുക്ക് വേണ്ടി സഹിച്ച കാര്യങ്ങളും അടുത്തടുത്തറിയുമ്പോൾ തിരുനബിയെ ഓർത്ത് കണ്ണീർ വാർക്കാനേ മനുഷ്യന് സാധിക്കുകയുള്ളൂ. സുഖലോലുപരായി നിത്യവും ഭക്ഷണം കഴിച്ച് 3-4 പ്രാവശ്യം വളരെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവൻ, എല്ലാ ദിവസവും ഇറച്ചിയും മീനും വയറു നിറയെ ഭക്ഷണവും കഴിക്കുന്നവൻ,
എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്നത്? നബി തങ്ങളുടെ വീട്ടിൽ മാസങ്ങളോളം അടുപ്പ് കത്താതിരുന്ന സമയമുണ്ടായിരുന്നു എന്ന് ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ 2 ദിവസം തുടർച്ചയായി അടുപ്പ് കത്തിയ അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കടം വാങ്ങിയിട്ട് സ്വന്തം പടയങ്കി ഒരു യഹൂദിയുടെ കയ്യിൽ പണയപ്പെടുത്തിയ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച, ഏറ്റവും ആദരിച്ച ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സമുന്നതരായ മഹാനരായ മഹത്വമുള്ള ആൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല നബി തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. നബി തങ്ങൾക്ക് അല്ലാഹു തആല കഷ്ടപ്പെടുത്തിയിട്ടില്ല. മറിച്ച് നബി തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുകയാണ് ചെയ്തത്. വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫറാഹ അയ്യമാ ശമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. പർവ്വതങ്ങൾ സ്വർണമായി തരാം, ചരൽക്കല്ലുകൾ സ്വർണമായി മാറാം, നബിതങ്ങൾക്ക് ഇഷ്ടം പോലെ വേണ്ടതെല്ലാം കൊടുക്കാം എന്ന് അല്ലാഹു തആല പറഞ്ഞു. പർവ്വതങ്ങൾ സ്വയം നബിതങ്ങളുടെ അടുത്തേക്ക് ഞാൻ സ്വർണമായി അങ്ങയുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട, എനിക്ക് എന്റെ ഉമ്മത്തിനോടൊപ്പം എന്റെ വരും തലമുറക്ക് ജീവിതം പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ അവരോടൊപ്പം, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അടിമയെപ്പോലെ ഞാൻ ഇരിക്കും, അടിമയെപ്പോലെ ഞാൻ നടക്കും, അടിമയെപ്പോലെ ഭക്ഷിക്കും. അങ്ങനെ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ കിറാം പലപ്പോഴും നബിതങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും വിശന്നിട്ട്. നബിതങ്ങൾ ചിലപ്പോൾ വിശന്നിട്ട് മകളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന കഥകൾ സീറകളിൽ വായിക്കുമ്പോ അവിടെയാണ് നമ്മുടെ കണ്ണുകൾ നിറയേണ്ടത്. വയറ്റിൽ കല്ല് വെച്ച്, വയറ്റിൽ വിശന്നിട്ട് സഹിക്കാൻ കഴിയാതെ അരക്കെട്ടിൽ തുണിയുടെ ഇടയിൽ കല്ലിന്റെ കഷ്ണം തിരുകി വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും നബിതങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വിഷയങ്ങൾ പറയുമ്പോൾ നബിതങ്ങൾ അതാ കുപ്പായം പൊക്കി കാണിച്ചു കൊടുക്കുന്നു, എന്റെ വയറ്റിൽ 2 കല്ല് വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല കൊടുക്കാത്തത് കൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് ചെറിയ ചട്ടിയിൽ വേവിച്ച ഭക്ഷണം നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്വഹാബികൾക്ക് മുഴുവനും ഭക്ഷിപ്പിച്ച സംഭവം തിരുവചനങ്ങളിൽ മഹത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ തിരക്കിലാണ്, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വലിയ ക്ഷീണമുണ്ട്, വിശപ്പുണ്ട് എന്ന് തോന്നിയ അടിസ്ഥാനത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ ചെന്ന് സഹധർമ്മിണിയോട് പറയുന്നു, ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ ഒരൽപ്പം ഭക്ഷണം ഉണ്ടാക്കിയാൽ നബിതങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. വീട്ടുകാരി ഉടനെ തന്നെ ഭക്ഷണം പാകം ചെയ്തു. മെല്ലെ വന്നുകൊണ്ട് നബിതങ്ങളുടെ ചെവിട്ടിൽ വന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ ഒരൽപ്പം ഭക്ഷണമുണ്ട്. നബിതങ്ങളും കൂടെ 1-2 ആളും വീട്ടിലേക്ക് വന്നാൽ നമുക്ക് കഴിക്കാം, എല്ലാവർക്കും കൊടുക്കാനില്ല. നബിതങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആർക്കൊക്കെയാണ് ഭക്ഷണം ആവശ്യമുള്ളത് എല്ലാവരും വരൂ. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചു, അടുപ്പത്ത് നിറക്കരുത് ഞാൻ വരുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്നു. ആ പാത്രങ്ങളിൽ നബിതങ്ങൾ ലുഅ മുബാറക് കൊണ്ട് അനുഗ്രഹിച്ചു. ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാവരും എടുത്ത് വിളമ്പിക്കൊണ്ടേയിരുന്നു. മുഴുവൻ സ്വഹാബികൾക്കും കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും പാത്രത്തിൽ ഭക്ഷണം ബാക്കിയാണ്. ആ രൂപത്തിലുള്ള വലിയ മുഅ്ജിസത്ത്, വലിയ സ്ഥാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി, ലാളിത്യവും വിനയവും പഠിപ്പിക്കാൻ വേണ്ടി, ജീവിത ശൈലി പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗസമ്പൂർണമായ ജീവിതം നയിച്ചു. അതുകൊണ്ട് നാം ആ ചരിത്രങ്ങളും സീറകളും വായിക്കുകയും പഠിക്കുകയും കൂടുതലായി പഠിച്ചുകൊണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക, ആ മദ്ഹ് പാടിക്കൊണ്ടിരിക്കുക.
മദ്ദഅതുഹുന്ന സാറ ഫീ നബിയിഹിമി വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി. എന്തും ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന ദൈവമല്ലാത്ത എല്ലാ സിഫത്തുകളും മനുഷ്യന് പറയുന്ന എല്ലാ വജ്ഹുകളും നബി തങ്ങളെപ്പറ്റി മദ്ഹായി പാടിക്കൊള്ളൂ. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഇനിയും ഈ മജ്ലിസുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. എല്ലാ മജ്ലിസുകളിൽ നമ്മൾ പോവുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാ, ബഹുമാന്യരായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എടപ്പള്ളി ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു കോൺഫറൻസ് എറണാകുളം ജില്ലാ SYSന്റെയും SSFന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും മാനേജ്മെന്റ് അസോസിയേഷന്റെയും എല്ലാവരുടെയും സമ്പൂർണമായ നേതൃത്വവും സഹകരണവും ഈ പരിപാടിയുടെ വളരെ വലിയ നടത്തിപ്പിന് വലിയ വിദ്യാസമ്പന്നരായ അഡ്വക്കേറ്റുമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും അടങ്ങുന്ന വലിയ വിദ്യാസമ്പന്നരായ സമൂഹമാണ് എറണാകുളത്ത് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ, അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. ഇനിയും എത്രയോ വലിയ പ്രോഗ്രാമുകൾ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത 19-ാം തീയതി കോഴിക്കോട്ട് നടക്കുന്ന പരിപാടി എല്ലാവരും, അത് വലിയ ഇന്റർനാഷണൽ ലെവലിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തി, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ മാഗസിനുകൾ, പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മദീനത്തുന്നൂർ ദഅവ കോൺഫറൻസിന്റെ സുവനീർ പാഥേയം എന്ന പേരിലുള്ള ഒരു മാഗസിൻ ഉണ്ട്. എല്ലാവരും അത് വാങ്ങണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. SSFന്റെ സംസ്ഥാന കമ്മിറ്റി IPB പ്രസിദ്ധീകരിക്കുന്ന മീലാദ് കിറ്റ് 10 പുസ്തകങ്ങൾ, 500-ലേറെ രൂപ വിലയുള്ള പുസ്തകങ്ങളും CD-കളും ഉൾപ്പെട്ടത് ഈ നഗരിയിൽ വെറും 300 രൂപ, 1 രൂപ കുറച്ച് 299 രൂപയ്ക്ക് ലഭ്യമാണ്. അതും എല്ലാവരും വാങ്ങണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ബഹുമാന്യരായ അബ്ദുൽ ഖാദർ ഉസ്താദ് അവർക്കുള്ള സ്വാഗത പ്രസംഗം നടത്തും. അസ്സലാമു അലൈക്കും.